നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ പനമ്പുഴ പാലം എന്ന് പറഞ്ഞാൽ കക്കാട് കഴിഞ്ഞിട്ടുള്ള കടലുണ്ടിപ്പുഴക്ക് കുറുകെ വരുന്ന പാലാണ് പനമ്പുഴ പാലം. പനമ്പുഴ 3 വരി പുതിയ പാലത്തിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിൽ നടക്കുന്നത് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ്. അതേപോലെ തന്നെ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. 6 വരി പാലമാണ്. അതിൻ്റെ ആദ്യത്തെ 3 വരിയാണ്. പിന്നീടുള്ള 3 വരി പാലം ആദ്യത്തെ പാലം പൊളിച്ചതിന് ശേഷമാകും നിർമ്മാണം ആരംഭിക്കുക. അപ്പോൾ ഇത് അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ പാലത്തിന് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ കാണാം. ഇന്നത്തെ വീഡിയോ പനമ്പുഴ പാലം മുതൽ പടിക്കൽ വരെ എല്ലാ പ്രധാനപ്പെട്ട വർക്കുകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന പാലച്ചിറമാട് മുതൽ പനമ്പുഴ പാലം വരെയുള്ള വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. ആ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ ദാ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ കൂരിയാട് പാടത്തെ വർക്കുകൾ കാണിക്കൽ ഇപ്പോൾ വർക്കുകൾ കഴിഞ്ഞ് തുറന്നു കൊടുത്ത സർവീസ് റോഡിൻ്റെ ഭാഗത്താണ്. ഇന്ന് ഓപ്പോസിറ്റ് നടക്കുന്ന വർക്കുകളാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് തീർക്കേണ്ട വർക്കുകളാണ് പാടഭാഗത്തെ വർക്കുകൾ. അതുകൊണ്ട് തന്നെ നല്ല വേഗതയിലാണ് KNRC ഈ ഭാഗത്തെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ കാര്യമായിട്ട് ഒരു വർക്കും നടന്നിട്ടില്ല. ഇന്നപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയൊരു പാലവും ചെറിയ 2-3 പാലങ്ങളും വരുന്ന ഭാഗമാണ് കൂരിയാട് പാടം. അതിലൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈഡിലൊക്കെ കൾവർട്ടിൻ്റെ പണിയൊക്കെ നല്ല സ്പീഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പുതിയ പാലപ്പം ഉണ്ടാക്കിയതാട്ടോ. അതിൻ്റെ ഈ ഭാഗത്തേന് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേന് പഴയ പാലം അതൊക്കെ പൊളിച്ച് മാറ്റി. പിന്നീട് ഇവിടെ ഈ ഭാഗത്ത് സർവീസ് റോഡിനുള്ള പാലത്തിൻ്റെ വർക്കുകളും നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മധ്യഭാഗത്ത് 6 വരിൻ്റെ പാലത്തിൻ്റെ വർക്കുകളാണ് ആരംഭിക്കാനുള്ളത്. അപ്പോൾ ഈ സർവീസ് റോഡിനാണ് ഇരുഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. എങ്കിലും ഈ ഭാഗത്തിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ചെറിയൊരു ഭാഗമെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താതെ നിർവാഹമില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയാട്ടോ ഈ കൂരിയാട് പാടത്തെ ഈ റോഡിൻ്റെ കാഴ്ചകൾ. അപ്പോൾ പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹൈഡ്രോളിക് പൈലിംഗ് മെഷീൻ കൂരിയാട് പാടത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കൂരിയാട് പാടത്തെ വലിയ പാലം വരുന്നത്. അപ്പോൾ ആ പാലത്തിനുള്ള പൈലിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇഷ്ടം പോലെ പണിക്കാരുണ്ട് കേട്ടോ കൂരിയാട് പാടത്ത്.
മഴേൻ്റെ മുമ്പ് എന്തായാലും പാടത്തത്തെ വർക്കുകൾ KNRC തീർക്കും. ഇതവിടെ നമ്മുടെ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ ഗർഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞത് കാണാം. ഈ ഭാഗത്താണ് വലിയൊരു പാലം വരാനുള്ളത്. അപ്പോൾ ഈ പാലം ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡിൻ്റെ പാലത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലുണ്ടാവും. വീണ്ടും മുന്നോട്ട് പോകാം. പിന്നെ ഈ ഭാഗം പാടം കഴിഞ്ഞാൽ ആ കുറച്ച് ഉയർന്ന പ്രദേശം ഉണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാട്ടോ ബലപ്പെടുത്തുന്നത്, സോയിൽ നെയിലിംഗ് അല്ല. മേഘയുടെ റീച്ചിലൊക്കെ നമ്മുടെ KNRC കൂടുതൽ ഭാഗത്ത് കട്ട വെച്ചിട്ട് പൊന്തിക്കുമ്പോൾ മേഘയുടെ റീച്ചിലൊക്കെ അതേപോലെ തന്നെ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് സൈഡൊക്കെ ബലപ്പെടുത്തുന്നത്. ഇവിടെ മുഴുവൻ കോൺക്രീറ്റ് വാളാണോ ഇനി അതിൻ്റെ ഇടയിൽ സോയിൽ നെയിലിംഗ് വരുമോ എന്നറിയില്ല. പിന്നെ കുളപ്പുറത്ത് ഓവർപാസിൻ്റെ ഭാഗത്തുള്ള സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയാലോ. യഥാർത്ഥത്തിൽ തിരൂരങ്ങാടിയിൽ നിന്ന് കുളപ്പുറത്തേക്ക് വരുന്നൊരു പ്രധാന ഹൈവേ ആണ്, ഒരു സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്. ആ സ്റ്റേറ്റ് ഹൈവേ ഇപ്പോൾ പൂർണ്ണമായിട്ടും മുറിഞ്ഞൊരു അവസ്ഥയിലുള്ളത്. ഒരാൾക്ക് കുളപ്പുറത്തുനിന്ന് ആ തിരൂരങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോൾ കൂരിയാട് കണ്ട അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. വെട്ടിമുറിച്ച പരപ്പനങ്ങാടി അരീക്കോട് സ്റ്റേറ്റ് ഹൈവേ പുനഃസ്ഥാപിക്കുക, വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും യാത്രാ പ്രശ്നം പരിഹരിക്കുക. കുളപ്പുറം NH66 സമരസമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരം 2023 നവംബർ 5 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കുളപ്പുറം പാലത്തിന് മുകളിൽ. ഇത് കഴിഞ്ഞ് പോയതാട്ടോ. ഈ ഓവർപാസ്, കുളപ്പുറത്ത് ഓവർപാസ് കൃത്യമായിട്ടും വരേണ്ടിയിരുന്നത് നമ്മുടെ തിരൂരങ്ങാടിയിൽ നിന്ന് വരുന്ന റോഡിൻ്റെ നേരെ ഈ ഫസ്റ്റ് കുളപ്പുറം എത്തുന്നതിന് മുമ്പുള്ള ആ ഭാഗത്തേക്കായിരുന്നു. പക്ഷേ ഓവർപാസ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചുകൂടി മുന്നോട്ടാണ്. അത് NHൻ്റെ ഓവർപാസ് അണ്ടർപാസൊക്കെ അവരുടെ ലാഭം നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാതെ ജനങ്ങളുടെ സൗകര്യം പല സ്ഥലത്തും പരിഗണിച്ചിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണ് ചേളാരി. അപ്പോൾ അത് ഈ ഭാഗത്താണ് ഓവർപാസ് എന്നുണ്ടെങ്കിൽ തിരൂരങ്ങാടി റോഡിൽ നിന്ന് നേരെ കുളപ്പുറം നമ്മുടെ എയർപോർട്ട് ജംഗ്ഷനിലേക്ക് എത്താനുള്ള ഒരു സംവിധാനത്തിലാണ് ഓവർപാസ് വരിക. പക്ഷേ കണ്ടോ, ഓവർപാസ് കുറേ മുമ്പിലാണ്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ഹൈറ്റുള്ള ഭാഗത്ത് ഓവർപാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മറ്റത് മണ്ണിട്ട് ഉയർത്തി സർവീസ് റോഡൊക്കെ നിർമ്മിക്കുമ്പോൾ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും. ഇതാകുമ്പം ആ ഓവർപാസിൻ്റെ ഹൈറ്റിന് കണക്കാക്കിയിട്ടുള്ള ഭാഗത്ത് ഓവർപാസ് ഉണ്ടാക്കുമ്പം NH അതോറിറ്റിക്ക് ഒരുപാട് പൈസ ലാഭമാണ്. പക്ഷേ കുളപ്പുറത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ജംഗ്ഷനാണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കും. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പുതിയ പാലം കൂടി അനുവദിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ വർക്കുകളൊക്കെ നിർത്തിവെച്ചിനി. പക്ഷേ ഇപ്പോൾ വീണ്ടും വർക്കുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അന്ന് ഈ സമരത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുറേ സുഹൃത്തുക്കളുണ്ട് നമുക്ക് കുളപ്പുറത്തുള്ള, അവരാരെങ്കിലും ഈ പാലത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ പുതുതായിട്ട് തീരുമാനം ഉണ്ടായതെന്ന് ഈ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ടാറിങ്ങിൻ്റെ 2ാം ഘട്ട വർക്കുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ GSBൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് കുറേ ആയി. എന്തായാലും വർക്കുകൾ നല്ല വേഗതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പല പ്രശ്നങ്ങളും ഇപ്പോൾ പഠിക്കലൊക്കെ ഉള്ള വഴീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് വീഡിയോയിൽ കാണിക്കണം. പിന്നീടിപ്പോൾ ഇരുമ്പുചോല പിന്നെ ഒരു ചെറിയൊരു അണ്ടർപാസ് അനുവദിച്ച് അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഇരുമ്പുചോലയിൽ ആ വർക്ക് പാലത്തിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ തോടൊക്കെ NHൻ്റെ വർക്കിനോടനുബന്ധിച്ച് വലിയ തോടുകളായിട്ടോ. അപ്പോൾ ഇതാണ് ഇരുമ്പുചോലയിൽ വരുന്ന ഈ റീച്ചിലെ ഏറ്റവും ചെറിയ അണ്ടർപാസ്. ഒരു കാറിന് കഷ്ടിച്ച് കടന്നു പോകാം. പിന്നെ അതിൻ്റെ ആ ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ VK പടി മുതൽ കൊളപ്പുറം ഓവർപാസിൻ്റെ അടിയിൽ വരെയുള്ള ആദ്യഘട്ട വർക്കുകൾ ഈ ഒരു 10-12 ദിവസത്തിൻ്റെ ഉള്ളിൽ തീരും കേട്ടോ. VK പടി പിന്നെ ആദ്യ വർക്ക് കഴിഞ്ഞതാണ്. പിന്നെ വന്ന് അരീത്തോട് ഇതാ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കൊന്നും പോകുന്നില്ല, കാരണം പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണിക്കാനില്ല. പിന്നെ നിങ്ങളിങ്ങനെ കണ്ട് ലാഗാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കടന്നു പോകാം. അതേപോലെ തന്നെ വലിയ പറമ്പും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് തലപ്പാറ പാടത്ത് നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതും കൂടി കാണാം നമുക്ക്. അതിൻ്റെ ഇടയിൽ കാര്യമായിട്ട് വർക്കുകൾ നടക്കാത്ത ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. ആകെ ജഗപുകയാണ്. എന്തിനാണ് ഈ ജഗപുക ഉണ്ടാക്കുന്നതെന്ന് മാത്രം മനസ്സിലാണില്ല കേട്ടോ. തലപ്പാറ വർക്കുകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ഭാഗത്തെ സർവീസ് റോഡ് പാലത്തിലൂടെ തുറന്നു കൊടുത്താൽ ഇനിയുള്ള വർക്കുകൾ മുന്നോട്ട് പോവുള്ളൂ. മിക്കവാറും നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്ക് ഭാഗത്തേക്കുള്ള സർവീസ് റോഡാകും ആദ്യം തുറന്നു കൊടുക്കുക. റോഡ് കട്ട് ചെയ്യണമെങ്കിൽ അതാണ് ആദ്യം തുറന്നു കൊടുക്കേണ്ടി വരിക. പാലത്തിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വാള് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. നേരെ അണ്ടർപാസ് മക്കാണ്ട് ചെല്ലാനുള്ളതാണ്. ഇവിടെയൊക്കെ പാടായതുകൊണ്ട് കോൺക്രീറ്റ് വാളാട്ടോ ഉപയോഗിക്കണേ. അപ്പം ഇനി നമ്മൾ തലപ്പാറമെന്ന് മുന്നോട്ട് പോവാണ്. വെളിമുക്ക് ഈ അങ്ങാടികൾ കാണിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിപക്ഷവും കോട്ടക്കലിനും നമ്മുടെ ഇടിമിക്കലിനും ഇടയിലുള്ള പ്രവാസി സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്ക് ഈ നാട്ടുകാരൊക്കെ ആയ പ്രവാസി സുഹൃത്തുക്കൾ അവർക്ക് അവരുടെ നാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ റോഡിൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഒന്നാം ഘട്ട വർക്ക് ഒക്കെ കഴിഞ്ഞ് 6 വരിൻ്റെ വർക്കും അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇനി ബാക്കിയുണ്ട്. ഇനി 2 ഘട്ട ടാറിങ്ങും കൂടി ഉണ്ടാവും. 1 ഘട്ടമല്ല 2 ഘട്ട ടാറിങ് ഉണ്ടാവും ഇനി. പിന്നെ ലൈറ്റുകൾ വരാണ്ട്. പിന്നെ പടിക്കൽ അണ്ടർപാസ് പുതിയൊരു അണ്ടർപാസ് പാസ്സായണല്ലോ, പടിക്കൽ CP മാർബിൾസിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ
അത് അവിടെ ഒരു വഴിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടേനി. അപ്പോൾ മുമ്പ് നമ്മൾ അതൊരു വീഡിയോ ചെയ്തിരുന്നു. കലക്ടറും MLA ഒക്കെ വന്ന് ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗമാണിത്. ഈ സർവീസ് റോഡ് നല്ല ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 10-30ഓളം വീടുകളുണ്ട് ഇതിൻ്റെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന സർവീസ് റോഡിൻ്റെ ഇടതുവശത്ത്. അപ്പോൾ അവരുടെ വഴിയാണ്, റോഡാണ് ശരിക്കും ഈ സർവീസ് റോഡ് കാരണം അന്ന് ബ്ലോക്കായത്. അങ്ങനെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ തുടങ്ങിയത്. ഈ ഗ്യാപ്പ് കൂടെ നോക്കിയാൽ കാണാം ആ റോഡ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ അതിന് കണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഭാഗത്തായിട്ട് ഇവിടെ ഒരു പഞ്ചായത്ത് റോഡുണ്ട്. ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ആ പഴയ ഇപ്പോൾ ഒഴിവാക്കിയ റോഡുണ്ടല്ലോ അതിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. അങ്ങനെ ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പടിക്കൽ അണ്ടർപാസ്, പുതിയ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് CP ടൈലിൻ്റെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തണമെങ്കിൽ ഇനി ഗതാഗതം ഈ സർവീസ് റോഡിലേക്ക് തിരിച്ചു വിടണം. ഇവിടെയൊക്കെ കട്ടൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളില്ലെങ്കിൽ എന്നോ വർക്കുകൾ തീരേണ്ട ഭാഗമാണ് ഇതൊക്കെ. പിന്നീട് പടിക്കൽ, തലപ്പാറ, വെളിമുക്ക്, പാലക്കൽ പ്രദേശത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വീടിൻ്റെ ഫ്ലോറിങ്ങിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നൊരു സ്ഥലമാണ്. ടൈൽസിനും മാർബിളിനൊക്കെ നല്ല റേറ്റ് കമ്മിയുണ്ട് എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം. എനിക്കറിയില്ല. ഇപ്പം ഞങ്ങൾ കുളപ്പുറത്ത് നിൽക്കുന്ന സമയത്തും ഇവിടേക്ക് ഒരു ടീം വഴി ചോദിച്ചിരുന്നു. എനിക്കിതിൻ്റെ വിലനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രമുഖ കടയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CP മാർബിൾസ്. മൊത്തത്തിൽ അങ്ങനെയാണ് പുറത്തുള്ള ആളുകളെ അഭിപ്രായം. എന്താണെന്ന് അറിയില്ല. അത് ഒന്നുമില്ലാതെ ആളുകൾ അത്ര ദൂരം സഞ്ചരിച്ചിട്ട് ഇവിടെ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യില്ലല്ലോ. എന്തായാലും കണ്ടമാനം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഈ ഭാഗത്ത്. ഈ വ്യാപാരം ഒക്കെ വിജയിച്ചു പോട്ടെ, നമ്മുടെ നാടൊക്കെ രക്ഷപ്പെടട്ടെ. അപ്പം നമുക്ക് പടിക്കൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മുകളിലെ കാഴ്ച കാണിച്ചു തരാം. പടിക്കൽ ആ ഭാഗത്ത് സംഗതി റോഡ് നല്ല വളവ് പോലത്തെ ഒരു വളവാണ്. പക്ഷെ അതൊരു മനോഹരമായ കാഴ്ച കേട്ടോ. നല്ല ഹൈറ്റിൽ മണ്ണിട്ട് ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് പടിക്കൽ അണ്ടർപാസ്. പടിക്കൽ അങ്ങാടി ഒന്ന് കാണിച്ചു തരാഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ എവിടെ നിൽക്കണതെന്ന് പോലും മനസ്സിലാവില്ല. ഇത് കരുവാങ്കല്ല് റോഡ്. ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ നേരെ മുന്നിലേക്ക് നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഭംഗി മനസ്സിലാകുക സുഹൃത്തുക്കളെ. അത് കണ്ടാ, ഒരു ക്വസ്റ്റ്യൻ മാർക്കും അല്ലേ നിൽക്കണത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഫ്രിക്ഷൻ വാൾ വെക്കുക, കോൺക്രീറ്റ് ചെയ്യുക, GSB ഇടുക, ടാർ ചെയ്യുക. പിന്നീട് സുഹൃത്തുക്കളെ ഇതിൻ്റെ തൊട്ട മുമ്പ് ചെയ്ത വീഡിയോ നമ്മുടെ വട്ടപ്പാറ ബൈപ്പാസിനും കോട്ടക്കൽ ബൈപ്പാസിനും ഇടയിൽ നടക്കുന്ന വർക്കുകളാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് എൻഡ് സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. വീഡിയോ കാണാത്തവർ കാണുക. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും നല്ല പുതിയ അപ്ഡേഷനുകൾ നിങ്ങളെ മുന്നിലെത്തിക്കും. അപ്പോൾ കാസർഗോഡ് മുതലുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇനി ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ വീണ്ടും പുറത്തേക്ക് പോകും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഈ വീഡിയോ വീണ്ടും വീഡിയോ കാണിക്കാനുള്ളൊരു മൂഡുണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. കാരണം വർക്ക് നടക്കുന്ന സ്ഥലമാണ്. പല അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. പല ഭാഗത്തു കൂടെ വണ്ടി ഓടിക്കുമ്പോഴുള്ള അപകടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.